ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഷോപ്പിംഗ് ചെയ്യാൻ ഗ്രാൻഡ് ഹൈപ്പറിലായിരുന്നു പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് യൂണിഫോമിൻ്റെ തുണി വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ടെക്സ്റ്റൈൽസിലായിരുന്നു പോകാനുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പം നടന്നിട്ട് അത് കാണുന്നതാണ് ടെക്സ്റ്റൈൽസ്. അപ്പോൾ ഞാൻ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറിയ പാടനെ യൂണിഫോമിൻ്റെ തുണി കിട്ടി. ഇതാണ് എൻ്റെ യൂണിഫോമിൻ്റെ തുണി എന്ന് പറയുന്നത്. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ നേരെ പോകുന്നത് ഗ്രാൻഡ് ഹൈപ്പറിലായിരുന്നു. അപ്പോൾ ഗ്രാൻഡ് ഹൈപ്പറിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ ഓഫേഴ്സൊക്കെ ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കായിരുന്നു പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നേരെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്കാണ് കയറുന്നത്. അപ്പോൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു, നല്ല കളക്ഷൻസും ഉണ്ട്. അപ്പോൾ അവിടത്തേക്ക് എനിക്ക് ബാഗ് വാങ്ങുന്നില്ല. ബാഗ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാഗ് കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് വാങ്ങിയതുകൊണ്ട് ഉമ്മ പറഞ്ഞ അടുത്ത പ്രാവശ്യം വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബാഗ് വാങ്ങുന്നില്ലായിരുന്നു. പിന്നെ കുറച്ച് സാധനമേ വാങ്ങുന്നുള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു ട്രോളി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ട്രോളിയൊക്കെ എടുത്തിട്ട് നേരെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറി വടന് നമ്മളെ അടിസ്ഥാനമായിട്ട് ബുക്കായിരുന്നു ഗൈസ് അവിടെ ഉണ്ടായത്. അപ്പോൾ അടുത്തന്നെ ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. സെറ്റൊക്കെ ഉണ്ടായിരുന്നു. ഓഫേഴ്സിന് സെറ്റിന് റുപ്പീസ് അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായത്. അപ്പോൾ ഞാൻ ക്യാമലിൻ്റെ ഒരു സെറ്റായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ കുറേ പൗച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ പൗച്ചൊക്കെ നോക്കി ഗ്ലിറ്ററിങ്ങൊക്കെ വരുന്നതായിരുന്നു. അവിടെ അധികം ഉണ്ടായത് ഗ്ലിറ്ററിങ് വാട്ടർ വരുന്നൊരു പൗച്ചായിരുന്നു. ഒരു അടിപൊളി പൗച്ച് തന്നെയായിരുന്നു അത്. പിന്നെ ബോക്സായിരുന്നു ഉണ്ടായത്. അപ്പോൾ ആ ഒരു ബോക്സാണ് എനിക്കിഷ്ടമായത്. അപ്പോൾ ഇത് ഉമ്മ തുറന്ന് നോക്കുകയാണ് എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ തുറന്ന് ഉമ്മ അങ്ങനെ എനിക്ക് ഇഷ്ടമില്ല എടുത്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബോക്സായിരുന്നു എനിക്കിഷ്ടമായത്. പിന്നെ കുറച്ച് റേറ്റ് ആയതുകൊണ്ട് പിന്നെ ചിന്തിച്ചിട്ടാണ് എടുത്തത്. പിന്നെ കുറേ പൗച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല കളക്ഷൻസ് ആയിരുന്നു. അവിടെ പൗച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റേറ്റ് കൂടുതലായിക്കൊണ്ട് അവിടുന്ന് കുറേ നോക്കി ചിന്തിച്ചിട്ടായിരുന്നു വാങ്ങിയത്. അപ്പോൾ ആ ഒരു ബോക്സ് തന്നെയായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം കളക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏതെടുക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ ആ ബോക്സ് തന്നെ സെലക്ട് ചെയ്ത് പറഞ്ഞ് ആ പൈപ്പിൽ എടുത്തോന്ന്. അങ്ങനെ ആ ഒരു ബോക്സായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായത്. പിന്നെ അതൊക്കെ ഇവിടെ ക്ലിയറിങ് ബോക്സായിരുന്നു ഉണ്ടായത്. അങ്ങനെ ആ ഒരു ബോക്സൊക്കെ എടുത്ത് നേരെ പോയത്. പിന്നെ എനിക്ക് പെണ്ണ് വാങ്ങാനുണ്ടായിരുന്നു. പെണ്ണ് എനിക്ക് ജെൽ മഷിയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ്. ഇപ്രാവശ്യം സാധാരണ പെണ്ണ് വാങ്ങാനുണ്ടായിരുന്നു ഉണ്ടായത്. അപ്പോൾ ബ്ലാക്ക് പെണ്ണാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു പെണ്ണ് വേണം നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫുള്ള് സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു സെല്ലോൻ്റെ ഒരു ടെക്നോട്ടിക് ആക്കിയൊരു പെണ്ണുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു പെണ്ണാണ്. ഞാൻ ഒരിക്കൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടായിരുന്നു ഞാൻ അത് നോക്കിയത്. അങ്ങനെ അത് നോക്കിയപ്പോൾ അത് എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു. 100 റുപ്പീസ് ആയിരുന്നു വരുന്നത് റൈറ്റ്. അപ്പോൾ ആ ഒരു പെണ്ണായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ എറേസേഴ്സ് പിന്നെ അങ്ങനത്തെ ഷാർപ്പ്നർ അങ്ങനത്തെ ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഹൈലൈറ്റർ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഹൈലൈറ്റർ നല്ലത് ഏതാണെന്ന് നോക്കുമായിരുന്നു. പിന്നെ പലതരം ഹൈലൈറ്ററൊക്കെ ഉണ്ടായിരുന്നു. മോഡൽ ഹൈലൈറ്ററൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സാധാരണ ഒരു ഹൈലൈറ്ററായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുള്ള് സെർച്ച് ചെയ്തപ്പോഴാണ് താഴെ ഹൈലൈറ്ററാണെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ഹൈലൈറ്റർ ഒരു ഹൈലൈറ്റർ അവിടുന്ന് സാധാ ഒരു ഹൈലൈറ്ററാണ് കേട്ടോ, പിങ്ക് കളറായിരുന്നു. പിന്നെ അതൊക്കെ എടുത്തതിന് ശേഷം നേരെ എനിക്ക് റൈസേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിരുന്നു. പിന്നെ പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ ബോട്ടിൽസ് ലഞ്ച് ബോക്സിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. ഞാൻ ലഞ്ച് ബോക്സ് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ റേറ്റ്
കൂടുതലായിരുന്നു ലഞ്ച് ബോക്സിന്. അപ്പോൾ അതുകൊണ്ട് ലഞ്ച് ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ബോട്ടിൽ അപ്പോഴാണ് ഞാൻ ഇത് ഓൺലൈനിൽ കണ്ടാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഓർഡർ ചെയ്യാൻ നോക്കുമ്പോൾ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അത് കണ്ടതിൽ ഞാൻ ഉമ്മ പറഞ്ഞു ഓക്കെ വാങ്ങിക്കോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബോട്ടിലായിരുന്നു ഞാൻ എടുത്തത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഫിക്സ് ചെയ്യാനൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അൺബോക്സിങ് വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവരും മറക്കാണ്ട് തന്നെ കാണുക. അപ്പോൾ അതൊക്കെ ആ ഒരു ബോട്ടിലായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ബോട്ടിലൊക്കെ നോക്കി പിന്നെ ലഞ്ച് ബോക്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞു ലഞ്ച് ബോക്സൊക്കെ പാട് പൈസ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ബോട്ടിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബോട്ടിലൊക്കെ എടുത്തിട്ട് പിന്നെ കുറച്ച് സ്റ്റേഷനറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാഗൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇഷ്ടംപോലെ. അങ്ങനെ റൈറ്റ്സൊക്കെ നോക്കി നല്ല റൈറ്റ് ഉണ്ടായിരുന്നു. ബാഗിന് നല്ല റൈറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബാഗൊന്നും നോക്കിയതേ ഉള്ളൂ, എടുക്കില്ലുണ്ടായിരുന്നു. പിന്നെ അവിടെ ജിംപോഷി ഉണ്ടോ എന്ന് നോക്കാൻ പോയതാണ്, പക്ഷെ അവിടെയും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഒരു ഓയിൽ കളർ സെറ്റ് എന്ന് പറഞ്ഞൊരു കളർ ഉണ്ടായിരുന്നു. പിന്നെ അതായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ജോമെട്രിക് ബോക്സ് വാങ്ങാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നേരെ അതൊക്കെ കഴിഞ്ഞ് ബില്ലടിക്കാനാണ് പോയത്. ഫുള്ള് ചുറ്റി നോക്കി പഴയ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നേരെ ബില്ലടിച്ചിട്ട് ഞങ്ങൾ പുറത്തോട്ടാണ് പോയത്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.